അവിടെ നിന്നും താഴത്തേക്ക് എത്ര ഒരു 200 മീറ്ററെങ്കിലും താഴത്തേക്ക് 200 മീറ്റർ. ഇത് പട്ടം റോഡ്, പട്ടത്തേക്ക് പോകണം. ഇവിടെ നെയിലിംഗ്, സിമെന്റിനെ കൊണ്ടുള്ള നെയിലിംഗ് നടത്തിയ സ്ഥലമാണ് ഇതാ. ഈ ഭാഗമൊക്കെ കുന്ന്, ഈ ചേടിക്കുന്നിന് ചുറ്റും ബലപ്പെടുത്താൻ വേണ്ടി നെയിലിംഗ് നടത്തിയ സ്ഥലമാണ് മുഴുവൻ ഇടിഞ്ഞു പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു സ്ട്രെങ്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ ഒരു നാഷണൽ ഹൈവേ പണിയുന്ന ആളുകളുടെ എൻജിനീയറിംഗ് ജ്ഞാനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്നത്. ഇതാ അവിടെയൊക്കെ ഈ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ സിമെൻറ്റ് നെയിലിംഗ് അവിടെ ഇടിയാതിരിക്കാൻ വേണ്ടി നടത്തി വെച്ചത് കാണാം. അതൊക്കെ ഇടിഞ്ഞ് തകർന്നു പോയിരിക്കുകയാണ് ഇവിടെ. ഇത്തരം നാശങ്ങൾ നടത്താൻ അതോറിറ്റിക്ക് അവകാശമുണ്ട്. ഇവിടെ വരുന്ന തണ്ണീർത്തടങ്ങളോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും പുഴയും എന്ന മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ്. അത് എത്രത്തോളം പുഴയിലേക്ക് മണ്ണിപ്പോൾ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇവിടെ ഈ പുഴ ഇതിൽ അങ്ങോട്ടേക്ക് വാഹനങ്ങളിലൂടെ മണ്ണ് കടത്തിക്കൊണ്ടുപോയിരുന്നു. അതിൻ്റെ സൂചനയാണ് അവിടെ കാണുന്ന 1-2 തൂണുകളൊക്കെ തന്നെ. അപ്പോൾ ഇതിലൂടെയാണ് ഇത് പോയത്. അത് നമ്മുടെ KM രാജൻ ഒരു വെറ്റ്ലാൻഡ് അതോറിറ്റിക്ക് കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഇതിപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന സൂചന DPR ഇല്ലാതെ ഒരു ഇത്തരം പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളെ കക്ഷികൾ ആക്കുന്നതിനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി കരുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ഘാടനം ചെയ്തത്
പയ്യന്നൂർ പെരുമ്പപ്പുഴയുടെ തീരത്തുള്ള പെരുമ്പപ്പാലം, പുതിയ പാലമുള്ള തീരത്തുള്ള തണൽ ഇക്കോ പാർക്ക്, കാപ്പാട് തണൽ ഇക്കോ പാർക്കിൻ്റെ അടുത്തുള്ള റോഡാണ്. ചുറ്റും വലിയ ഒരു പ്രധാനപ്പെട്ട കണ്ടൽ പ്രദേശമാണ്. ഈ കണ്ടൽ പ്രദേശത്തിൽ യാതൊരുവിധ മണ്ണ് പരിശോധനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പിക്കലൊന്നും നടക്കാതെ ഈ എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ എംബാങ്ക്മെൻറ്റിൻ്റെ ആദ്യ പടിയാകുമ്പോഴേക്കന്നെ അത് പടിഞ്ഞാറ് വശത്തേക്ക് എതിർവശത്തേക്ക് ചെരിയുകയും അത് മുഴുവൻ ഇങ്ങനെ പൊട്ടിപ്പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയിരിക്കുന്നു. ഇത്ര മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയും ഭീകരമായ രീതിയിൽ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു കണ്ടൽക്കാടാണ്, നല്ല മാൻഗ്രോവാണ്. ഇത് ഈ വണ്ടി ബ്ലോക്കാകുന്നു. ഈ ചെറിയ വണ്ടിക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പോകാൻ കഴിയുന്നില്ല. സാധാരണ മഴക്ക് അതിൻ്റെ അടിയിൽ വെള്ളം കയറുന്നത് ഇത് ചതുപ്പല്ലേ? ഇവിടെ പണ്ട് ഇവിടെ വെള്ളം കെട്ടിക്കുന്നല്ലേ? ഈ വെള്ളം കെട്ടിക്കുന്നതായിട്ട് റോഡ് പൊന്തിച്ചത് അത് അവരതിൻ്റെ ശരിയായ രീതിയിൽ ഇതാവാക്കാത്തതുണ്ട്. കാരണം വെച്ചാൽ ഈ റോഡിന്റെ ആ വയരം കാണില്ലേ, ആ റോഡിൽ അങ്ങനെ വയരം അതിപ്പം കുറച്ചിട്ടാണുള്ളത് വയരം. ഇത് കൊക്കോട്ട് വയലല്ലേ? കൊക്കോട്ട്. അപ്പൊ ഇതിന്റെ മുകളിലത്തെ താത്തിട്ടാണുള്ളത്. നിങ്ങൾ ഈ ഹൈവേ വരുന്നോണ്ട് മുമ്പ് നിലവിലുണ്ട് എന്ന് താത്തിട്ടാണുള്ളത് ഇപ്പൊ റോഡ്. ഇത് മുമ്പ് വെച്ചാൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് പഞ്ചായത്ത് PWD ഉയർത്തിയാണ് റോഡ്. ഇപ്പൊ ഈ ഒന്നുമില്ല, ഒന്നും ആരോടാ പറഞ്ഞ? പിന്നെ പ്രതിഷേധം നമ്മൾ പോയ സ്ഥലത്ത് അവരറിയില്ല. അവരാകെ NHIMന്റെ NH66 110 സെക്ഷനാണ് ഇത്. NHIMൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരെന്ത് പറഞ്ഞു? അത്രേ ഉള്ളൂ. വേറെ എവിടെയും കയറാണ്ട് അങ്ങനെ ഇങ്ങോട്ട് ഒറ്റ ഈ ഭാഗത്തുനിന്ന് കുണ്ടോർ വയലിൽ നിന്ന് വരുന്ന കുണ്ടോർ തോട്, അതുപോലെ തന്നെ കോറോത്ത് ഭാഗത്തുനിന്ന് കല്ലംകുളത്തിൻ്റെ അടുത്ത് വരുന്ന കോളാഞ്ചി തോട്, ഈ തോടുകൾ കൂടെ ചേരുന്ന ഈ സ്ഥലത്ത് വെള്ളക്കെട്ട് റോഡ് ഇവിടെ സർവീസ് റോഡും ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ മൂടിയിരിക്കുന്നതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റോഡ്, അതായത് കാനായി റോട്ടിലേക്ക് കോറോം റോട്ടിൽ നിന്നും പോകുന്ന, അല്ലെങ്കിൽ കോറോം റോട്ടിൽ നിന്ന് കാനായി റോട്ടിലേക്ക് പോകുന്ന ഒരു റോഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിലായിരിക്കുന്നു. ഒരു ലെയർ വാർത്ത സർവീസ് റോഡാണ്. അതിന് മുകളിൽ വലിയ മല പോലെ ഇടിച്ച് സിമെൻറ്റ് ചാണകം തേച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അറ്റത്ത് എപ്പോഴും വെള്ളം പുറവെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്നത്
ആ ഇത് വീരർമലക്കുന്ന് മയിച്ച കഴിഞ്ഞ് വീരമലക്കുന്നിൻ്റെ അടുത്താണ്. വീരമലക്കുന്നിൻ്റെ അടുത്ത് മുഴുവനും റോഡിൽ കുഴി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നദോന്നതങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. റോഡിൽ നല്ല പിന്നെ ലെവലല്ല, എല്ലാ സ്ഥലത്തും കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ടാറിൽ അതുകൊണ്ട് തന്നെ ടാറ് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ പറയുന്ന സിമെന്റ് മറ്റേ പിന്നെ പശ വെച്ച് അടച്ചിരിക്കുകയാണ്. ഓക്കെ, വിടാം. അത് മാറ്റിയിട്ട് ലൈറ്റ് വെക്ക് അണ്ടർപാസ് ആ CH ഡയലിസ് കേന്ദ്രം അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചത് ലൊക്കേഷൻ. ഇത് വീരമലക്കുന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡിനടുത്ത് തന്നെ കുന്നിടിക്കുകയും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് വീരമലക്കുന്ന്. ഇവിടെ ഈ ഒരുപാട് അരുവികൾ പിന്നെ സ്ഥിരമായിട്ടും വേനൽക്കാലത്ത് പോലും വറ്റാത്ത രീതിയിൽ വെള്ളമൊഴുക്ക് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ സിമൻറ്റ് കെട്ടുകൾ കൊണ്ട് തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ മലയെ ഈ ഒരു കെട്ട് കൊണ്ട് തടഞ്ഞു നിർത്താൻ നോക്കുകയാണ്. അതിനകത്തുനിന്ന് മുഴുവൻ ഇപ്പം വെള്ളം ഊറി ഒഴുകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന കറുത്ത പാടുകൾ മുഴുവനും ഈ വെള്ളം ഇങ്ങനെ ഉറവ ആയിട്ട് ഒഴുകുന്നതാണ്. അപ്പോൾ ഇതൊരു അണക്കെട്ടിൻ്റെ നിന്നും പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ വെള്ളം ഇപ്പം മഴയില്ലാത്തൊരു സമയം, മഴയില്ല. ഇപ്പം ഇന്ന് ഒരു ദിവസമായി മഴയൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ പഴയൊരു ഈ വെള്ളം ഇപ്പോഴും അതിൻ്റെ വഴി കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെ മഴയില്ലാത്തൊരു സമയത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഒഴുകി ഇങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്. പണ്ടിത് ഇടതുവശത്ത് ഇങ്ങോട്ടാണ് ഒഴുകി പുഴയിലേക്ക് ചേർന്നിരുന്നത്. അപ്പോൾ ഇത് അറിയാം ഏതായാലും സിമെൻറ്റിൽ നിർത്താവുന്ന അല്ലാതെ ഇത് വീരർമലക്കുന്ന് ഏറ്റവും കൂടുതൽ പിന്നെ മണ്ണെടുക്കുകയും മെഗാ കൺസ്ട്രക്ഷൻ അനധികൃതമായി എടുത്തതിൻ്റെ പേരിൽ പിഴ ഒക്കെ 2 കോടി രൂപ പിഴയൊക്കെ വിധിച്ചിരിക്കുന്നത് ഇവിടുത്തെ മണ്ണെടുപ്പിലാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ മുഴുവനും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കാര്യങ്കോട് പാലം, മയിച്ച പാലത്തിൻ്റെ മുകളിൽ വലിയ റോഡ് കുഴിഞ്ഞിരിക്കുകയാണ്. മണ്ണ് നീങ്ങിയിട്ട് ടാറ് കാണാനുണ്ടെങ്കിലും ഇത് കുഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പോകാം. വീഡിയോ എടുത്തേക്കാം. ഇത് തുറക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഡോർ വേണ്ട, കുഴപ്പമില്ല. ഫോട്ടോ എടുത്തോ? വീഡിയോ എടുത്തേക്കാം. അത് അപ്പുറത്ത് എന്തോന്ന് മണ്ണിൻ്റെ എന്തോ ഓ, ഇത് ഇടിഞ്ഞതാണ്. ഓ, അണ്ടർപാസ് മണ്ണ് വീണിട്ട് ഇടിഞ്ഞതാണ്. കാര്യങ്കോട് അണ്ടർപാസ്, കാര്യങ്കോട് പുഴക്കരയിലെ അണ്ടർപാസിൻ്റെ പകുതിയോളം മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ആ, കടിഞ്ഞ് ഈ പേച്ച് മുഴുവൻ അല്ലേ?